നമുക്കൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം യഹോവയായ ദൈവം അരുളിച്ചെയ്തു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം യഹോവയായ ദൈവം അരുളിച്ചെയ്തു. ദൈവം യഹോവയായ ദൈവം, മഹാദൈവമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന യഹോവയായ ദൈവം അരുളിച്ചെയ്തു. എന്നെ അരുളിച്ചെയ്തു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെയും ഭൂമിയെ വിളിക്കുന്നു. ഭൂമിയെ വിളിക്കുന്നു എന്ന് വായിക്കുമ്പോൾ എൻ്റെ കൂട്ടുസഹോദരന്മാരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ എല്ലാവരും ഒറ്റ വാക്ക് ചോദിക്കട്ടെ. അപ്പം നമുക്കെന്തായാലും കാര്യം ഭൂമി വിളിക്കുന്നത്? ഭൂമിയെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഭൂമിയുടെ സകലതയും വിളിക്കും. സകല ജലാലുകളെയും വൃക്ഷജാലങ്ങളെയും മലകൾ, കുന്നുകൾ, താഴ്വരകൾ എല്ലാത്തിനെയും, വെള്ളങ്ങളെയും പർവ്വതങ്ങളെയും അലൂകയായി വലിയ ദൈവത്തിന് കൈപ്പിനായി പറഞ്ഞ നമ്മയും നമ്മുടെ കൂട്ടുസഹോദരങ്ങളെയും കർത്താവിനെ ആ വിളി കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പലരും ആ വിളി കേൾക്കാതെ തള്ളിക്കളഞ്ഞ് മാറിപ്പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിന് മനോർക്കുന്നു. ദൈവം യഹോവയായ ദൈവം, സൂര്യന്റെ ഉദയം മുതൽ എന്നു മുതൽ. ഇപ്രകാരം ഞാൻ ആ ഭാഗം പറയാം. അതിനെക്കുറിച്ച് വിശദീകരിക്കാനുണ്ട്. എനിക്ക് ഒറ്റ വായിക്കും. കർത്താവ് യേശു ക്രിസ്തു മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി ഈ ലോകത്ത് വന്നു നമ്മുടെ പാപങ്ങളെ മോചിച്ച് നമുക്ക് തന്ന ആ ദൈവം ഈ ഭൂമണ്ഡലത്തിൽ എന്ന് വന്നു, ആദിയിൽ വന്ന അന്ന് മുതൽ ഈ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷയിൽ തന്റെ സഭയെ ചേർക്കുന്ന കാലം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. വെള്ളങ്ങൾ ആ വിളി കേൾക്കും. ദൈവത്തിന് സ്തോത്രം. പർവ്വതങ്ങൾ വിളി കേൾക്കുന്നു. വൃക്ഷങ്ങൾ എല്ലാം വിളി കേൾക്കുന്നു. എന്നാൽ അവന്റെ കയ്യാൽ നെഞ്ചെടുക്കപ്പെട്ട ദൈവജനം ആ വിളി കേൾക്കുന്നില്ല. ആ അന്ധകാരങ്ങളുടെ ലോകത്ത് ഇന്നും നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന കാലഘട്ടത്തിൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവർക്കായി വിളി കേട്ട് മാന്തരികർക്കായി സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യും. അങ്ങനെ ഒരു ചെറിയ കൂട്ടം ഈ ദേശത്തുള്ളതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് ദൈവം തുറന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവായ യേശു ഭൂമിയിൽ വന്നത് മാനവരാശിയെ രക്ഷിക്കാൻ വേണ്ടി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേക മക്കൾ ഈ വിളി എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. ലൂക്കോസിന് ശേഷം 5-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കാൻ ആഗ്രഹിക്കാൻ നന്ദിയോടെ തോന്നുന്നു. 5:32 ലൂക്കോസ്. ദൈവത്തിന് സ്തോത്രം. അവന്റെ വിളി എന്താണ്? ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്രേ മാനസാന്തരത്തിനായി വിളിപ്പാൻ വന്നിരിക്കുന്നു. വിളി കേൾക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം ഇവിടെ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച് ഞാൻ എന്ന അഹംഭാവത്തോടെ ഈ ലോകത്തിൽ ഉന്നത സ്ഥാനങ്ങൾ വെക്കുകയും, ഓ ഹാലരെ ദൈവത്തിന് സ്തോത്രം, ദൈവത്തെ അറിയാതെ ഇമ്പുകൾ മുന്നിൽ കഴിയുന്നവരെ വിളിക്കാനല്ല, എന്ന് അഭിമാനിച്ച് ഈ ലോകത്ത് നടക്കുന്നവരെ അല്ല. ഞാൻ പാപിയാണെന്ന് ഏതൊരു വ്യക്തിയെ ഏറ്റു സംഭവിച്ച് അവൻ മുമ്പിൽ താഴ്ന്ന മക്കളെയാണ് വരുന്നത്. ഞാൻ നീതിമാന്മാരല്ല, പാപികളെ അത്രേ. പാവി എന്ന് നമ്മൾ സംബന്ധിച്ച ദൈവസന്നിധിയിൽ കാണാൻ ഏൽപ്പിച്ചാൽ അവരുടെ വിളി നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ട മക്കളെ ചേർക്കാനാണ് വന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഉള്ള മക്കൾ എപ്രകാരം ആയിരിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് ലേഖനത്തിൽ 2 തെസ്സലോനിക്ക ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. നന്ദി കൂടത്താണ്. എന്തിനാണ് ആ വിളിയുടെ പൂർത്തീകരണം? ദൈവത്തിന് സ്തോത്രം. പൗലോസ് 2 തെസ്സലോനിക്ക ലേഖനം 2:14. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ. ആമേൻ. മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പോൾ ആ വിളി നമ്മൾ രക്ഷയ്ക്കായി വിളിച്ചിരിക്കണം. ആ രക്ഷയ്ക്കായി വിളിച്ച വിളി അനുസരിച്ച് നടക്കുന്ന മക്കൾക്ക് അവരുടെ മഹത്വം പ്രാപിക്കും. ആ 13-ാം വാക്യം കൊണ്ട് വായിച്ചാലാണ് അതിന്റെ ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ഞങ്ങളോടാണ് നമ്മൾ കർത്താവിന് പ്രിയരായവരാണ്. ആ പ്രിയരായ സഹോദരന്മാർ ഒന്നുകൂടെ ഓർപ്പിച്ച് ഉണർത്തുകയാണ്. എന്താണ്? ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ ദൈവം നമ്മളെ നിങ്ങളെന്നുള്ളത് ഞാൻ മാറ്റി എന്ന് പറയും. നമ്മൾ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തുകൊണ്ട് രക്ഷയ്ക്കായി നമ്മെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നോക്കണം. ആ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ വിളി കേൾക്കുന്നത്.
അവരുടെ അടുത്ത് ചേർക്കുവാൻ നമ്മൾ വരുമ്പോൾ ആളുക ആ തെരഞ്ഞെടുപ്പുള്ള വിശുദ്ധീകരണത്തിൽ നീതിമാന്മാർ നാളെ നീതി വർദ്ധിച്ചു വന്ന് അവരുടെ വനപ്രകാരം ജീവിച്ച് ആത്മാംസത്തിൽ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ നാമം മാത്രം ബോധ്യപ്പെട്ടി ദൈവത്തിൻ്റെ ഇന്നിൽ നിന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ വരമായി ഒരുക്കപ്പെട്ട ദൈവജനമായിരിക്കും നമ്മൾ. അതിനാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ. ഈ ഭൂമിയിൽ നമുക്ക് എത്ര നാൾ ആയുസ് വരുന്നു അത്ര നാൾ. ഞാൻ ഈ ലോകശീലായിരിക്കണം ആലോചിക്കുക. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജോലി എന്താണെന്ന് അറിയാമായിരുന്നു. പോലീസിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ 3 മുതൽ പോലീസ് സ്റ്റേഷനിൽ 3 വർഷം ജോലി ചെയ്തു. ഈ സിറ്റി നിന്ന് ലോക്കൽ സ്റ്റേഷൻ. ആ വർഷത്തിൽ ആശുപത്രി കിടന്നപ്പോൾ ഞാൻ ഈ 3.5 വർഷം 3 മുതൽ പോലീസ് സ്റ്റേഷനിൽ ചെയ്തു കൂട്ടിയ എൻ്റെ പാപത്തിൻ്റെ മാലിന്യങ്ങൾ ഞാൻ ചെയ്ത ക്രൂരകൃത്യങ്ങളെല്ലാം ആ ആശുപത്രി കിടക്കുന്ന ഓരോന്നും അതിൽ ഇന്നും എനിക്ക് അത് പശ്ചാത്തലം തോന്നുന്ന കാര്യം ആ ആൾക്ക് ഞാൻ കണ്ടിട്ടില്ല. 2 പ്രാവശ്യം എൻ്റെ ഭാര്യയ്ക്ക് അറിയാതെ പോയിട്ടാണ് തോന്നിയിട്ട് ഒന്നുകൂടെ ആളെ കാണാനായിട്ട്. ദൈവത്തിന് മാത്രം ഒരു സ്ത്രീയായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു. താമസത്തിന് വേണ്ടി വാർത്തയ്ക്കാകുന്നു. ഒരു കുറ്റകൃത്യം ഉണ്ട്. ദൈവത്തിന് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഒന്നും പറഞ്ഞ് 2 കാലം വളരെ ഞാൻ ചിലക്ക് അടികൾ തുടങ്ങി. ആ അടി കൊടുത്തത് അതിനെ പലപ്പോഴും അരട്ടില്ല. പിന്നെ അതിനെ കിടന്നു ക്ഷമ പറയാൻ ഞാൻ ആഗ്രഹിച്ചതാണ്. ഇന്നുവരെ ഞാൻ ദൈവസ്ഥനിൽ അന്ന് കിടന്ന് കണ്ടിട്ടുള്ളപ്പാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നത് പാപികളെയാണ് മാനസാന്തരത്തിൽ വിളിക്കുന്നത്. അത് വിശുദ്ധീകരണം പ്രാപിച്ച് അവരുടെ മഹത്വം പ്രാപിപ്പാൻ നമ്മെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമാണ് നമ്മൾ എന്നൊരു ഓർമ്മയും ഉറപ്പും ധൈര്യവും നമ്മുടെ ജീവിതത്തിലാണ്. ഞാൻ ഇപ്പോഴും പറയാൻ കാരണം മറഞ്ഞു കിടക്കുന്ന പാവങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ ഏറ്റുപറഞ്ഞ വിശുദ്ധീകരണം പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് എൻ്റെ കൂടപ്പുറത്തിൽ നമ്മെ ഓരോട്ട് ഓർപ്പിക്കുകയാണ്. അവരാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അവരാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പിന്നെയും ആ സംഗീതത്തിൽ തന്നെ ഒരു വാക്യം കൊണ്ട് നമുക്ക് വായിക്കാം. 5-ാമത്തെ വാക്യം. എങ്ങനെയുള്ളവരാണ് ദൈവത്തിന് സ്തോത്രം? ദൈവത്തിന് സ്തോത്രം. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുക. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വരുന്ന അധികാരത്തോടെ ദൈവത്തിന്റെ പരിശുദ്ധമാകും നമ്മെ ഓർമ്മപ്പെടുന്ന ഈ പ്രഭാതങ്ങളെ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാർ. അപ്പോൾ അത് 2-3 കാര്യങ്ങൾ വിശദീകരിക്കാൻ ഇപ്പോൾ എനിക്ക് പ്രാപ്തിയില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കാളും വലിയ പ്രതീക്ഷയും അധികമായ സന്ദേശം എല്ലാ ദിവസവും കർത്താദാസൻ ഇവിടെ പ്രഘോഷിക്കുകയും അത് ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്യുന്നത് എനിക്ക് അറിയാം. ദൈവത്തിന് ഞാൻ അതിന് യൂട്യൂബിലേക്ക് ആക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതൊന്നും ഒന്ന് യാഗം കഴിക്കുന്നവരായി നമ്മൾ യാഗം കഴിക്കുന്നവരാണോ? ദൈവത്തിന് സ്തോത്രം. യാഗം കഴിക്കുന്നവരായിരിക്കണം എന്ന് ദൈവത്തിൽ വന്ന് ഓർപ്പിക്കുകയാണ്. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത ദൈവത്തോട് നിയമം ചെയ്ത അവരെങ്ങനെയുള്ളവരാണ്? വിശുദ്ധന്മാർ. അവരെയാണ് ദൈവത്തിന് ചേർക്കുന്നത്. അവരാണ് ദൈവത്തെ. യാഗം പലതുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പഴയ കാലത്തെ യാഗം ആടിനെയോ കാളയോ അറുത്ത് യാഗപടത്തിൽ വെച്ച് അഗ്നിയോ കത്തിച്ച് അത് ചാരമായി കളയും. ആ യാഗത്തിന് ഇപ്പോൾ പുതിയ മുതൽ പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു യാഗവസ്തു ദൈവത്തിനായി സമർപ്പിച്ച് വെച്ചാൽ പിന്നെ അവൻ്റേതല്ല ആ വസ്തു. അത് ദൈവത്തിൻ്റെ നമ്മൾ തന്നെ കത്തിച്ചാരമായി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മാത്രം. എന്നാൽ പുതിയ മുതൽ വേറെ പല യാഗമുണ്ട്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നത് എന്നെ പാർത്തുന്നു. സ്തോത്രം എന്ന യാഗം അർപ്പിച്ചതിനെ പറഞ്ഞുകൊണ്ടെന്നാൽ പോലെ ദൈവത്തിന് ഞാൻ അണ്ടമാരി പോലീസിനെ പ്രവർത്തിക്കുന്ന സമയത്ത് ഇലയിട്ട് മാറുന്നു. നിങ്ങളൊരു കടുളിയാക്കുക പറയുക. ഞാൻ പഴയൊരു കടുളിനാണ്. ദൈവത്തിൻ്റെ കഥയാൽ 1990 നവംബർ മാസം 25-ാം തീയതി ഞായറാഴ്ച എൻ്റെ ഭവനാംഗത്തിൽ കൂട്ടുകാരനോട് സ്വർഗം എൻ്റെ കർത്താവായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണുവിൻ്റെ പ്രാർത്ഥന. ഞാൻ അന്ന് കൂടിയിരുന്ന ആരാധന പള്ളിയിലെ 10-300 മുമ്പിൽ കൂടുന്ന വലിയൊരു കൂട്ടായ്മ. അവരെല്ലാം എൻ്റെ മാനസാന്തരത്തോട് പ്രാർത്ഥിക്കുവാൻ അന്ന് 1990 നവംബർ മാസം 25-ാം തീയതി ഞായറാഴ്ച സന്ധ്യയാമത്തിൽ
എൻ്റെ ഭവനാംഗങ്ങളുടെ കൂട്ടായ്മയിൽ സ്വർഗം പറയുന്നത് എൻ്റെ കഴിവുകളെ കൂടി അതിൻ്റെ കഴിവുകളെയും കർത്താവിൻ്റെ ഫലത്തേക്ക് വരുവാൻ അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം തന്ന കൃപയ്ക്കൊപ്പം ജീവിക്കുക നിങ്ങൾക്ക് പ്രാർത്ഥന ചോദിക്കാം. ഞാൻ സാക്ഷ്യം പറഞ്ഞു മാത്രം ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യാഗം കഴിയണം. ആ യാഗം സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നത്, അതിനുശേഷം എനിക്ക് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നുണ്ട്. മറ്റേ സ്തോത്രം 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 കൊണ്ടുവന്നാണ് ആകെ വിവരിക്കും. എന്നാൽ അതിൻ്റെ അർത്ഥം മുതലുമ്പോൾ ഈ സ്വർഗം മാറ്റുന്നതാണ് സ്തോത്രം. സ്വർഗത്തിന് ശേഷമാണ് സ്തോത്രം. അപ്പോൾ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നത് എന്നെ ബോധപ്പെടും. അങ്ങനെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുമ്പോൾ ഞാൻ ഇലയുടെ കാര്യം പറഞ്ഞത് അവിടെ അന്ന് മാനസാന്തരമുള്ള കാലത്താണെങ്കിലും പള്ളിയിലൊക്കെ ശ്രമിക്കുമ്പോഴാണ് അത് നല്ല ആത്മീയം പാടി ആ ഭാഗങ്ങൾ സകല ആൾക്കാരും ഗ്ലാസ്സിലും മറ്റും ബേസെക്കൊണ്ട് അടിച്ച് ആളുകൾ കൊല്ല രക്ഷട്ടോ ഒരു പ്രവൃത്തി ഗുണമില്ല. അതിനുശേഷം തൻ്റെ സ്തോത്രം യാഥാർത്ഥ്യങ്ങൾ എന്നെ ബോധപ്പെടുന്നു. തൻ്റെ നടപ്പിന് ആ നടപ്പിന് പറയാൻ ഞാൻ നടപ്പ് പ്രവർത്തിക്കണം. കടശാത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന് ദോഷം നിന്ന് പ്രവർത്തിച്ച് എനിക്ക് പറഞ്ഞ കാര്യമില്ല. മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെടണം. പാവം ഏറ്റു പറഞ്ഞു വഴി കർത്താവിനെ സ്നേഹിക്കുമെന്ന് തൻ്റെ നടപ്പിനെ ഒന്ന് നോക്കണം. ശോധനകൾ വരുമ്പോൾ, ഭാരം കൊടുക്കുമ്പോൾ, പ്രയാസം വരുമ്പോൾ, പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, ധാരണയ അന്ധകാരത്തിന് ശക്തമായി പിന്തുടർന്ന് ഓടി വരുമ്പോൾ നടപ്പ് വിട്ടൊഴിഞ്ഞ് ഈ ലോകം മോഹങ്ങളിലേക്ക് മാറ്റുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ഹിതപ്രകാരം യാഗം കഴിച്ചവർ ദൈവത്തിന്റെ സ്തോത്രം. മദ്യപാനം വെറുപ്പോട്ട് ശൈലമോഹം ദുഷ്കാമം അസൂയ പിണക്കം ജാരസംഘം ഉന്നതഭാവം നിങ്ങളുടെ സ്വഭാവത്തോടെ ലോകമോഹങ്ങൾ ഓടി നിന്ന് പാപത്തിൽ ഇപ്പം ചെയ്ത് മറന്നത് ആ ജീവൻ മതിയാക്കി പരിപൂർണമായ ഒരു കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ആരാധിപ്പാൻ ഈ പൽക്കാലം ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പൗലോസ് അതിലും വിശദമായിട്ട് വേറെ കാര്യങ്ങളും ഉറപ്പുകയും യാഗം ദൈവത്തിന് 2-ാം അധ്യായത്തിലെ പരിണാമമായി ഫിലിപ്പിയർ 2:17 ദൈവത്തിന് എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കേണ്ട ശിശുക്കളിൽ എന്റെ രക്തം ഒഴുക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. അപ്പോസ്തലൻ പൗലോസ് പറയാണ്, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം പറയുകയാണ്. സ്തോത്രം മാത്രമല്ല, വിശ്വാസമാണ്. വിശ്വാസത്തോടെയാണ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ രക്ഷകൻ, എൻ്റെ വീണ്ടെടുപ്പാരൻ, എൻ്റെ മഹാദൈവം ഹാലയ്യ, എൻ്റെ ഉടയവൻ നിന്ന് പൂർണ്ണമായി വിശ്വസിച്ച് അവൻ്റെ സന്നിധിക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന മക്കളാണ് അവനെ ആരാധിക്കുന്നത്. അപ്പോൾ അത് വിശ്വാസം ഒരു യാഗമാണ്. ഇനി അനേക യാഗങ്ങൾ ഞാൻ ഭാഗത്തേക്ക് കിടക്കുന്നത് ദൈവത്തിന് സ്തോത്രം. യാഗം കഴിക്കണം. വിശ്വാസം പൂർണ്ണമായി കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് അവൻ ആരാധിപ്പാൻ ഇന്ന് ഈ അത്താണി സഭയിൽ ദൈവത്തിന് സ്വന്തം ദൈവത്തിന് മൊത്തം ഈ സഭയാ കുടുംബങ്ങളെല്ലാം വരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ ആഹ്വാനം ചെയ്യണം. എനിക്ക് ആഹ്വാനം ചെയ്യാൻ യാതൊരു യോഗ്യതയുമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം എന്നെ ഏൽപ്പിച്ച വചനം ഞാൻ ദിവസത്തിൻ്റെ കിഴപ്രകാരം സഭയിലേക്ക് കടന്നു. അപ്പോൾ യാഗം കഴിച്ച് എന്നോട് നിയമിക്കണം. വിശ്വാസം എന്ന യാഗത്തെ പറ്റി പറയുകയാണെങ്കിൽ പറയാമെന്ന് വിശ്വാസം ഒക്കെ പറയാനും ദൈവത്തിൻ്റെ സ്തോത്രം. അനേകം മക്കളുടെ വിശ്വാസത്തെ കുറിച്ച് വിശദീകരിക്കണം. ഞാൻ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. അവർ പൂർണ്ണമായി കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച ദൈവകാര്യം ആരാണ്. അല്ലാതെ സമയം കളയുവാനോ വേറെ മറ്റൊരു കാര്യാവങ്ങൾക്കോ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മുഴുകിയിട്ട് ദൈവസന്നിധിയിൽ നിയമിച്ച് ആരാധിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ഓർപ്പിക്കട്ടെ, എനിക്ക് കഴിഞ്ഞ ശോധന വന്നപ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം ഈ ആരാധനയിൽ പങ്കെടുക്കാൻ ക്ഷീണവും വിഷമായിരിക്കുന്നത് ദൈവത്തിന് ഉണ്ടായി. ദൈവത്തിന് മുഖത്തും കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമമായിട്ടുള്ള നമ്മുടെ സ്തോത്രം. അപ്പം യാഗം കഴിക്കുന്നവരായി അതിനുശേഷം ദൈവത്തിന് വരുന്ന ആ വാക്കിൽ ഓർക്കും, യാഗം കഴിച്ച് എന്നോട് ദൈവത്തോട് നിയമം ചെയ്യണം. ഇന്ന് വരെ നിയമം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ നിയമം വേണം. ഒരു ഉടമ്പടി എന്താണ്? വലിയ ദൈവം അനേക ഭക്തന്മാർക്ക് നിയമം ചെയ്ത് ഉടമ്പടി കൊടുത്തു. അതെല്ലാം പ്രവർത്തിച്ചു. ഇനി വലിയ ദൈവം നിവർത്തിക്കാനുള്ള ഒരൊറ്റ ഉടമ്പടി എൻ്റെ ഇളയറിൽ പറയട്ടെ, മദ്യപാനം തൻ്റെ സഭയിൽ ചേർക്കുന്ന ആ സഭയെ ചേർക്കുമ്പോൾ നാം ആ കൂടെ ഉണ്ടാകണമെങ്കിൽ നിയമം ചെയ്ത് അവനായിട്ട് ജന്മദിവസമാണ്. ഇതുവരെ അന്ധകാരത്തിൻ്റെ ശക്തിയെ ഞാൻ താലോചിച്ച് നടന്നു. എന്നാൽ
ഇന്ന് കർത്താവായ യേശുവേ, ഞാൻ നിന്നെ അല്ലാതെ ആരെയും സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കൂ. ഞാൻ നിന്റെ മകയാണ് എന്നൊരു ഉടമ്പടി തീരുമാനം ഇന്ന് എടുക്കണം. കർത്താവേ, ആ തീരുമാനം അതൊരു നിയമമായി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സർക്കാരുകളൊക്കെ പല നിയമമൊക്കെ വരുത്തുന്നത് അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം മാറ്റിക്കണം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിനുള്ള നിയമം ആരോഗ്യ അത് എന്നേക്കും അബ്രഹാം പിതാവിനോട് കർത്താവ് വലിയ ദൈവം വിളിച്ചു പറഞ്ഞു, നിനക്ക് ഞാൻ മക്കൾ തരും. ദൈവത്തിന് സ്തോത്രം. സാറാ നിങ്ങളുടെ ചിരിച്ചു തള്ളിക്കളഞ്ഞു. അബ്രഹാമിനും ആരും തോന്നി. ദൈവത്തിന് സ്തോത്രം. അതിനെ മുൻ വഴിയിലേക്ക് പോകുന്നില്ല. ഒരു ദിവസം ദൈവത്തിൻ്റെ വചനം എപ്പോഴാണ് രാത്രിയാവുന്ന കർത്താവ് യേശു ക്രിസ്തു വരുവ ദൈവം അബ്രഹാമിനെ പുറത്ത് കെട്ടി മുകളിലേക്ക് നോക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്ക് ആ നക്ഷത്രത്തിൽ എണ്ണാമെന്ന് ചോദിച്ചു. പരിഭവവും രാജ്യം പറയുമ്പോൾ അബ്രഹാമിനോട് ചെയ്തത്. അതേപോലെ നിനക്ക് സമ്പത്ത് തരാമെന്ന് പറഞ്ഞ ദൈവം ഇന്നും അനേക മക്കൾ ദൈവം അബ്രഹാമിന്റെ മക്കളായി എഴുതിയിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. ഹല്ലേലൂയ. യാതൊരു എന്നോട് നീതിയുള്ളവരെ വിശുദ്ധന്മാരായി നടത്തുന്നവരെ അവർ വിളിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ന്യായവിധി കൊണ്ട് അവർ കിടക്കാൻ ആഗ്രഹിക്കുന്ന സമയത്തിൻ്റെ പരിഗണന നിന്നിട്ട് ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മാറ്റപ്പെട്ട നന്ദിയോടെ സ്തോത്രം. എങ്കിലും ദൈവത്തിന് വന്ന് ഓർപ്പിക്കുകയാണ്. അവസാനത്തെ വാക്യം നമ്മൾ വായിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ സംഗീതത്തിൽ ഞാൻ മറ്റ് അനേക കാര്യങ്ങളിൽ കിടക്കാൻ എൻ്റെ മനസ്സിൽ വായിക്കുന്നത് വരുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു. ആരാധിക്കുന്ന സമയമായി അനുഗ്രഹമായ വചനം കർത്താവിൻ്റെ വലിയ ക്ലാസ്സുകളും കേൾക്കാനാണ്. ഇതെല്ലാം പല ദേശങ്ങളിൽ